ഈ ഒരു സന്ദർഭത്തിൽ 2 പ്രാർത്ഥനകളാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, റമദാനിൽ നാം നിർവഹിച്ച ഇബാദത്തുകൾ സ്വീകരിക്ക്, റമദാൻ തന്നെ സ്വീകരിക്ക്. ആ റമദാനിലെ ഖുർആൻ പാരായണവും തറാവീഹും ഫിത്ർ സക്കാത്തും എല്ലാം നാം നിർവഹിച്ച മുഴുവൻ ഇബാദത്തുകളും നിർവഹിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി അല്ലാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങൾ നിർവഹിച്ച ഇതെല്ലാം നീ സ്വീകരിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഞാൻ കർമ്മമൊക്കെ നിർവഹിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പാടില്ല. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിശുദ്ധ കഅബ പണിതു. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിക്ക് ചേർന്നിട്ട് കഅബ പണിതു, ഉയർത്തി. അതിനുശേഷം ഇബ്രാഹിമും ഇസ്മായിലൊക്കെ ചേർന്ന് ആ കഅബയുടെ അടിത്തറയിൽ അത് പടുത്തുയർത്തി. അങ്ങനെ നിർമ്മിച്ചതിന് ശേഷം പിന്നെയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇബാദത്തുകൾ ചെയ്ത പോരാ, വീണ്ടും ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങൾ നിർവഹിച്ച ഈ കഅബയുടെ നിർമ്മിതി നീ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും. അതുപോലെ നമ്മളെല്ലാവരും റമദാനിൽ നാം നിർവഹിച്ച ഇബാദത്തുകൾ സ്വീകരിക്കുവാൻ വേണ്ടി എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. രണ്ടാമതൊരു പ്രാർത്ഥന, റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ, ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങൾക്ക് ഈ യഥാർത്ഥ ദീനിന്റെ വഴിയിൽ ഇബാദത്തൊക്കെ നിർവഹിച്ച് ജീവിച്ചതിന് ശേഷം ഞങ്ങളെ ആ വഴിയിൽ നിന്നും നീ തെറ്റിച്ച് തെറ്റായ വഴിയിലേക്ക് തിരിച്ചുവിടല്ലേ. റബ്ബന, ഞങ്ങളുടെ നാഥ, ലാ തുസിഗ് ഖുലൂബന, ഞങ്ങളുടെ മനസ്സുകളെ നീ തിരിച്ചുവിടരുത്. ബഅദ ഇദ് ഹദൈതന, ഹിദായത്ത് ലഭിച്ചതിന് ശേഷം ഈ റമദാനിലേക്ക് നോമ്പെടുത്ത് ഇബാദത്തുകൾ നിർവഹിച്ച് ജീവിച്ചു നമ്മൾ. എന്നിട്ട് ആ ഒരു മാസ കാലഘട്ടത്തെ ഈമാനിക ജീവിതം, ഇസ്ലാമിക ജീവിതം അത് അട്ടിമറിച്ച് അത് നഷ്ടപ്പെടുത്തി തെറ്റായ വഴിയിലേക്ക് ജീവിച്ചു പോകുന്ന ആളുകൾ പലപ്പോഴും പെരുന്നാൾ തന്നെ ദുർനാളാക്കുന്ന, പെരുന്നാൾ ദിവസം തന്നെ ദുർനാളാക്കുന്ന, അന്ന് തന്നെയും എല്ലാം ടൂറിന്റെ ടൂറ്, ആ പെരുന്നാളിന്റെ ആ ടൂറ് തന്നെ ഒരു ആഭാസമാവുകയും ധൂർത്തടിക്കുന്ന, ആഭാസം കാണിക്കുന്ന, എന്തൊക്കെ കൊള്ളരുതായ്മകൾ കാണിച്ച് ഒരൊറ്റ പെരുന്നാൾ ടൂറ് കൊണ്ട് റമദാനിനെ മുഴുവൻ റദ്ദ് ചെയ്യുന്ന, റമദാനിലെ മുഴുവൻ ചൈതന്യങ്ങളും കളഞ്ഞു കുളിക്കുന്ന ഒരവസ്ഥ നമ്മുടെയൊക്കെ സമുദായത്തിലുണ്ട്. അതുകൊണ്ട് 2 പ്രാർത്ഥനകൾ, ഒന്ന് റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അല്ലാഹു, ഞങ്ങളുടെ മനസ്സുകളെ ഈമാനുള്ള ദീനുള്ള ജീവിതം നയിച്ചിട്ട് ആ ദീനും ഈമാനൊക്കെ നശിപ്പിച്ച് കളയുന്ന വിധത്തിലേക്ക് ഞങ്ങളുടെ മനസ്സുകളെ നീ മാറ്റിക്കളയല്ലേ എന്ന പ്രാർത്ഥന. 2 ദുആകൾ റമദാനിന് ശേഷമുള്ള സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ സാധാരണ നിലയിൽ റമദാൻ മാസപ്പിറവി കാണുമ്പോഴും ശവ്വാൽ മാസപ്പിറവി കാണുമ്പോൾ, ഏത് മാസപ്പിറവി കാണുമ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്. ഏത് മാസപ്പിറവി കാണുമ്പോഴും അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക്കല്ലാ. ആകാശത്ത് ഏത് മാസവും പിറക്കുമ്പോൾ ആ മാസപ്പിറവി കാണുമ്പോൾ തന്നെ അതേ മാസപ്പിറവി നോക്കി ദുആ ചെയ്യണമെന്നാണ്. റമദാനിൽ നമ്മൾ ദുആ ചെയ്തു, ശവ്വാലിലും പെരുന്നാളാണ് എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ നമ്മൾ ദുആ ചെയ്തു, അല്ലാഹുവേ, ഈ ഒരു മാസം, ഈ ശവ്വാൽ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ, പഠിച്ചവനെ, ഈ മാസപ്പിറവി ആകാശത്ത് ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അതൊരു നിർഭയത്വമായി, ഒരു വിശ്വസ്തമായി, ഒരു സമാധാനമായി, അല്ലാഹു നിന്നെ കീഴടങ്ങി നിന്നെ അനുസരിച്ച് ജീവിക്കാൻ ഒരു സൗഭാഗ്യമായി എനിക്ക് ഈ മാസത്തെ സൗഭാഗ്യം നൽകണേ എന്ന് ഓരോ മാസപ്പിറവി നോക്കി നമ്മൾ പ്രാർത്ഥിക്കണം. ഓരോ മാസവും സമാധാനമുള്ള മാസമാകണം. ഓരോ മാസവും നിർഭയത്വമുള്ള മാസമാകണം. ഓരോ മാസത്തിലും നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ കൽപ്പനകൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായിട്ടായിരിക്കണം. മാസപ്പിറവി ചന്ദ്രൻ വിശുദ്ധ ഖുർആനില് സൂറത്ത് യാസീന് 3-4 ആയത്തുകൾ എപ്പോഴും ഓതാറുണ്ട്. എന്റെ അർത്ഥം അറിയോ? വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. സൂര്യൻ അതിന് നിശ്ചയിച്ച
ഭ്രമണപഥത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹ, സൂര്യൻ ഉദിച്ച് അതിന് നിശ്ചയിച്ച വഴിയിലൂടെ ഇങ്ങനെ പോവുകയാണ്. അത് സൂര്യന്റെ തന്നെ സ്വന്തം കഴിവല്ലത്, മറിച്ച് ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, എല്ലാ പ്രതാപത്തിന്റെ ഉടമയായ എല്ലാം അറിയുന്ന അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് കിഴക്ക് ഉദിച്ച് അതിങ്ങനെ വന്ന് ഉച്ചയ്ക്ക് വന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന പടിഞ്ഞാറ് പോയി അസ്തമിക്കുന്നത്. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. വൽഖമറ ഖദ്ദർനാഹു മനാസില, ചന്ദ്രനുമുണ്ട് അതിൻ്റെതായ ഭ്രമണപഥങ്ങളുണ്ട്, സഞ്ചാര വഴികളുണ്ട്. അപ്പൊ സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും ഒക്കെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശ പ്രകാരമാണ് ആകാശലോകത്ത് സഞ്ചരിക്കുന്നത്. അതുപോലെ ഭൂമിയിൽ മനുഷ്യരെ നിങ്ങളും സഞ്ചരിക്കൂ. അതിന്റെ അർത്ഥത എല്ലാം അവരുടെ ഭ്രമണപഥത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് പോലെ നിങ്ങൾക്കും അള്ളാഹു നൽകിയ ഭ്രമണപഥങ്ങളിലൂടെ, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഹിദായത്തിന്റെ വഴികളിലൂടെ മനുഷ്യരെ നിങ്ങൾ ജീവിക്കണം എന്നതാണ് ആ ആയത്തിന്റെ നമുക്കുള്ള അർത്ഥം. അല്ല, ആകാശത്തെ സൂര്യചന്ദ്രനെ പറ്റി പറയുമ്പോൾ അത് ഭൂമിയിലേക്ക് എത്തേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങളും മനുഷ്യരെ സൂര്യൻ ജീവിക്കുന്നത് പോലെ, സൂര്യൻ സഞ്ചരിക്കുന്നത് പോലെ, ചന്ദ്രൻ ചലിക്കുന്ന പോലെ മറ്റു നക്ഷത്ര ഗോളങ്ങളെല്ലാം അതിന്റെ ഭ്രമണപഥങ്ങളിലൂടെ സഞ്ചാര വഴികളിലൂടെ ചലിക്കുമ്പോൾ ആകാശവും വളരെ മനോഹരമാകുന്നത് പോലെ ഭൂമിയിൽ മനുഷ്യനും അള്ളാഹു നൽകിയ വഴികളിലൂടെ ജീവിക്കണം, അള്ളാഹു നൽകിയ ഹിദായത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണം എന്നാണ് ആയത്തിലേക്ക് അർത്ഥം. ആകാശത്തെ അർത്ഥം ഭൂമിയിലേക്ക് അർത്ഥമുണ്ട്, ആകാശത്തെ അർത്ഥം മാത്രം ഭൂമിയിലേക്ക് അർത്ഥമുണ്ട്. ഞാൻ പറയുന്നത് ഓരോ മാസവും നമ്മൾ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകും, ഒരു നിർഭയാവസ്ഥ ഉണ്ടാകും, ഇസ്ലാമും സലാമത്തൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ നമുക്ക് പലപ്പോഴും വലിയ സങ്കടത്തിന്റെ, വലിയ ദുഃഖത്തിന്റെ മാസങ്ങളാണ്. ഈ റമദാൻ പോലും ശരിക്കും മുസ്ലിം സമുദായത്തെ റമദാൻ മാസത്തിൽ പോലും ഒരുപക്ഷെ നമ്മുടെ സമുദായം തരിക്കഞ്ഞിയും അല്ലെങ്കിൽ പത്തിരിയും ബീഫും അങ്ങനെ അതിന്റെ ഭക്ഷണത്തിലും ഇഫ്താറിലൊക്കെ മുങ്ങി മയങ്ങി അതിൻ്റെതായ അറബ് നാടുകളിലൊക്കെ ചെന്നാൽ ഒരുപക്ഷെ നമുക്ക് വളരെ മനോഹരമായി റമദാൻ കാഴ്ചകൾ വളരെ മനോഹരം. റമദാൻ ടെന്റുകൾ, ആ റമദാൻ ടെന്റുകളിൽ ആളുകൾ സുഭിക്ഷമായി ഭക്ഷണം നൽകി. അങ്ങനെ റമദാൻ എന്നത് ഒരു ആഘോഷം പോലെ, ഒരു ഉത്സവം പോലെ ആളുകൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു മാസമാണ് മുസ്ലിം നാടുകളിലെ റമദാൻ എന്ന് പറയുന്നത്. അത് അള്ളാഹു നൽകുന്ന ഒരു ബർക്കത്താണ്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജീവിച്ചാൽ നിങ്ങൾക്ക് റമദാൻ ഇഫ്താർ സമയത്ത് എല്ലാവർക്കും ബിരിയാണി, എല്ലാവർക്കും മന്തി, ചിക്കൻ ആകാം, മട്ടൻ ആകാം, അങ്ങനെ മനോഹരമായി നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുന്ന, നമ്മുടെയൊക്കെ നാട്ടിലെ ഈ അമുസ്ലിം സഹോദരങ്ങൾ വരെ, ഇവിടങ്ങളിലൊക്കെയുള്ള ക്രൈസ്തവ ഹിന്ദു സഹോദരങ്ങളൊക്കെ ഗൾഫ് രാജ്യങ്ങളുണ്ട്. അവരടക്കം റമദാനിന്റെയും വൈകുന്നേരത്ത് മുസ്ലിം സമുദായത്തിന്റെ പള്ളി മുറ്റങ്ങളിലേക്കുള്ള ഇഫ്താർ ടെന്റിലേക്ക് അത്തരം ഭക്ഷണം കിട്ടുന്നിടത്ത് പോയി ഭക്ഷണം വാങ്ങി അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും സുരക്ഷിതമായി സുഭിക്ഷമായി ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് മുസ്ലിം നാടുകൾ വരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ വലിയൊരു പരീക്ഷണം എന്ന അർത്ഥത്തിൽ ഈ റമദാനെ തന്നെ രക്തപങ്കിലമാക്കാം, ഏതെങ്കിലും അർത്ഥം രക്തപങ്കിലമാക്കി രക്തപ്പുഴയൊഴുക്കുക, ബോധപൂർവം തെരഞ്ഞെടുക്കണം. അങ്ങനെയുണ്ട്, ബോധപൂർവം മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസങ്ങൾ അവരുടെ റമദാനെ പോലും ശരിക്ക് രക്തപങ്കിലമാക്കുക. കഴിഞ്ഞ റമദാനും ഫലസ്തീനിന്റെ ഇതുപോലെ സങ്കട കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ആ നാട് മുഴുവൻ തകർത്ത് നശിപ്പിച്ചിട്ട് ഒരു മേൽക്കൂരയില്ലാത്ത നാട്, ഒരു നാട് തന്നെ മേൽക്കൂര, കെട്ടിടങ്ങൾക്കല്ല, നാടിന് തന്നെ മേൽക്കൂരയില്ലാത്തൊരു നാട്, ഒരൊറ്റ കെട്ടിടവും മേൽക്കൂരയില്ലാത്ത വിധത്തില് ആ നാടിനെ നശിപ്പിച്ച്, ആ നശിപ്പിക്കപ്പെട്ട നാട്ടിൽ ഇരുന്നുകൊണ്ട് ആളുകൾ നോമ്പ് തുറക്കാൻ വിഭവങ്ങളില്ലാതെ ആ തുറന്ന മൈതാനിയിൽ തകർന്ന കെട്ടിടത്തിന് മുന്നിൽ നിന്നുകൊണ്ട് തറാവീഹ് നമസ്കരിക്കുന്ന ചിത്രം കഴിഞ്ഞ റമദാനിൽ നമ്മൾ കാണും. വലിയ സങ്കടപ്പെട്ടു. കഴിഞ്ഞ റമദാനിൽ നമ്മൾ ഫലസ്തീൻ ഗസയ്ക്കോട് ഒരുപാട് ദുആ ചെയ്തു. പക്ഷെ പ്രിയമുള്ളവരെ, ഈ റമദാനായപ്പോ അത് ഇറാന്റെ മണ്ണിലായി. ഞാൻ പറഞ്ഞു, ഈ യുദ്ധം ഇറാൻ ഇസ്രായേൽ യുദ്ധമല്ല, അങ്ങനെ ആരും വിചാരിക്കരുത്. ഇറാൻ ഇസ്രായേൽ തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇവിടെ നിങ്ങൾ വിലയിരുത്തരുത്. അങ്ങനെ വിലയിരുത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ യുദ്ധം എന്നൊരു തുടർ യുദ്ധമാണ്. കഴിഞ്ഞ വർഷം ഫലസ്തീനിൽ നടത്തിയ യുദ്ധത്തിന്റെ തുടർച്ചയാണ് ഗസ. ഹമാസ് ആ ഗസയോട്, ഫലസ്തീനോട് ഇസ്രായേൽ നടത്തിയ യുദ്ധം, അതിന്റെ തുടർച്ചയാണ് ഈ യുദ്ധം. പ്രത്യേകിച്ചും ആ ഗസയ്ക്കും ഫലസ്തീനിനും ഹമാസിനും പിന്തുണ നൽകിയത് ശരിക്കും പറഞ്ഞാൽ ഇറാനാണ്. ഇറാനും ഇറാന്റെ പ്രോക്സികളും. ഇറാനും ഇറാന്റെ പ്രോക്സികൾ എന്ന് പറയാവുന്ന വിധത്തിൽ ലെബനോണിന്റെ, ദക്ഷിണ ലെബനോണിലെ ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പ് കൂട്ടായ്മകൾ, അല്ലെങ്കിൽ യമനിന്റെ ഹൂത്തികൾ എന്ന് പറയുന്ന വിഭാഗങ്ങൾ, അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ ഫലസ്തീനികളെ ചെറുത്തുനിൽപ്പിൽ ഇസ്രായേലിനെതിരിൽ പോരാട്ടത്തിൽ ഏതൊർത്ഥത്തിൽ പിന്തുണച്ചത്.
അന്ന് തന്നെയും ഇറാനെ ഒരു 10-12 ദിവസം നീണ്ടുന്ന ആക്രമിച്ചു നോക്കി. പക്ഷെ ആ അക്രമം അവർക്ക് പ്രതിരോധം തിരിച്ചു കിട്ടിയപ്പോൾ അവർക്ക് പതുക്കെ പിൻവാങ്ങിയതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഫലസ്തീൻ ഇഷ്യൂമായി ബന്ധപ്പെട്ട ഈ യുദ്ധം നടക്കുന്നത് പോലും നമ്മൾ ചില ആളുകൾ ഈ ചർച്ച നേരെ കൊണ്ടുപോയിട്ട് ഷിയ അവിടെ നമ്മൾ പിന്നെ ഷിയ ചർച്ചയിലേക്ക് പോയിട്ട് അങ്ങോട്ട് ചർച്ച കൊണ്ടുപോവാണ്. നമ്മൾ പറയുന്നത് ഈ യുദ്ധത്തിൽ ഇറാൻ പോലും ബലിയാടായത് ഫലസ്തീന് വേണ്ടി നിലകൊണ്ടതിന്റെ വരെ. ഫലസ്തീൻ എന്തിനാ? ഹമാസ് എന്തിനാ? മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടി. മസ്ജിദുൽ അഖ്സ സംരക്ഷിക്കണം. മസ്ജിദുൽ അഖ്സ ഖുദ്സ് അത് ജൂതന്മാർക്ക് തീരെഴുതാൻ പാടില്ല. വേണമെങ്കിൽ ഫലസ്തീനികൾക്ക് ഹമാസിന്റെ ആളുകൾക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി, ഒരു സമാധാനം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി തോറ്റു കൊടുത്തൊരു വിട്ടുവീഴ്ച, വിട്ടാൽ കൂടുന്ന വീഴ്ച ഉണ്ടല്ലോ, വിട്ടുവീഴ്ച, അങ്ങനത്തെ വിട്ടുവീഴ്ച, വിട്ടാൽ വീണ് പോകുന്ന വിട്ടുവീഴ്ച, അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ അവർക്ക് ജോർദാൻ വഴിയോ ഇപ്പുറത്തെ ഈജിപ്റ്റ് വഴിയോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ സ്വൈര്യമായി സ്വതന്ത്രമായി ജീവിക്കാം. അങ്ങനെ ഒരുപാട് ലോകത്ത് പല രാജ്യങ്ങൾ ജീവിക്കുന്ന ധാരാളം ഫലസ്തീനികളുണ്ട്. പക്ഷെ അവർ ഫലസ്തീൻ വിട്ടു പോകാത്തത് ഇത് ഞങ്ങളുടെ നാടാണ്. ഈ നാട്ടിൽ നിൽക്കുന്ന മസ്ജിദുൽ അഖ്സ ഇത് വിശുദ്ധമായ ഇസ്ലാമിന്റെ പുരാതന ഖിബിലയാണ്, പ്രഥമ ഗേഹമാണ്, ഇസ്ലാമിന്റെ വിശുദ്ധമായ പള്ളിയാണ്. ഇത് സിയോണിസ്റ്റുകൾക്ക് തീരെഴുതി കൊടുക്കാൻ പാടില്ല. ഇത് ഇസ്ലാം, ഇത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വപ്നമായിരുന്നു. ഇത് മഹാനായ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു വീണ്ടെടുത്ത മണ്ണാണിത്. ഇത് സലാഹുദ്ദീൻ അയ്യൂബി വീണ്ടെടുത്ത മണ്ണാണിത്. അതുകൊണ്ട് ഒരിക്കലും മസ്ജിദുൽ അഖ്സ ജൂതന്മാർക്ക് അടിയറ വെക്കരുത് എന്ന് കരുതിയിട്ടാണ് ഹമാസ് അവിടെ പൊരുതുന്നത്. ആ പോരാട്ടം അതിനു വേണ്ടിയിട്ടായിരുന്നു. ആ പോരാട്ടത്തിന് പിന്തുണ നൽകിയവരാണ് യഥാർത്ഥത്തിൽ ഇറാൻ. അതിന്റെ പേരിൽ ഇറാൻ ആക്രമിക്കപ്പെട്ടത്. അങ്ങനെ ആക്രമിക്കപ്പെട്ട ഇറാന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ പറയുന്നത് വളരെ ഭീകരമായ യുദ്ധമാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത്ര വിചാരിച്ചതുപോലെ ഈസി വാക്ക് ഓവർ, നമ്മൾ ഈസി വാക്ക് ഓവർ എന്ന് പറയുമല്ലോ, ഒരു ഈസി വാക്ക് ഓവർ 2 ദിവസം 3 ദിവസം കൊണ്ട് വന്നു, കണ്ടു, കീഴടക്കി. പണ്ട് സീസറിനെ പറ്റി, സീസർ ഒരു നാട്ടിൽ വന്നാൽ സീസർ വന്നു, സീസർ കണ്ടു, സീസർ കീഴടക്കി. അങ്ങനെ വന്നു, കണ്ടു, കീഴടക്കി. അത്ര ശക്തി അന്ന് റോമൻ സാമ്രാജ്യത്തിന് അധിപതിയായ സീസർ ഉണ്ടായിരുന്നു. സീസർ വന്നു, കണ്ടു, കീഴടക്കി. സീസർ വരും, സീസർ കാണും, സീസർ കീഴടക്കും. അങ്ങനെ സീസറിന്റെ ഒരു ശക്തി പോലെ അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ച് ചേർന്നാൽ ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് അടിച്ച് തകർത്ത് തൂഫാനാക്കി അങ്ങ് തകർത്ത് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വലിയ ഒരുങ്ങിപ്പിടിച്ച് അമേരിക്കയും ഇസ്രയേലും കൂടിയിട്ട് കടന്നു വന്നത്. പക്ഷേ അവർ വിചാരിച്ച മാതിരി അത്ര എളുപ്പമല്ലെന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇന്ന് സാമ്രാജ്യത്വം സിയോണിസവും ഒക്കെ കുടുങ്ങി കിടക്കുകയാണ്. ഇറാൻ ഒരുപാട് അപകടങ്ങൾ, ഇറാൻ ഒരുപാട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ജനത എന്ന് പറയുന്ന ഒരു അവർ ഷിയ വിഭാഗമാണെങ്കിലും നമുക്ക് ആശയപരമായി, അഖീദാപരമായി, വിശ്വാസപരമായി വിയോജിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് ഷിയാക്കൾ. നമ്മൾ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഭാഗമാണ് നമ്മളെല്ലാവരും. ഇവിടെ സുന്നി എന്ന് പറയുമ്പോൾ അഹ്ലു സുന്നി ഞങ്ങളാണ്, അഹ്ലുസുന്ന എന്ന് പറഞ്ഞ എല്ലാവരും ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കാറുണ്ട്. അതെല്ലാ കാലഘട്ടത്തിലുള്ളതാണ്. ഞാൻ പറയും, ലോക മുസ്ലിങ്ങളിൽ മുഖ്യമായി 2 ധാരയുള്ളത്. ഒന്ന് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്ന ധാര, മറ്റൊന്ന് അഹ്ലു ഷിയ എന്ന് പറയുന്ന ധാര. അഹ്ലു ഷിയയാണ് ഇറാനിലുള്ളത്, കുറേക്ക് ഇറാഖിലുള്ളത്. ഈ പറയുന്ന നേരത്തെ പറയുന്ന ഹിസ്ബുള്ള എന്ന ലെബനോണിൽ, ശരിക്ക് ലെബനോണിലെ ഒരു ഭാഗത്ത് ജീവിക്കുന്ന ജനതയാണ് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത്. അവരൊക്കെ എടുത്ത് ഫലസ്തീന് വേണ്ടി എടുത്ത് രക്തസാക്ഷികളായതാ. ആ നാട് മുഴുവൻ യഥാർത്ഥത്തിൽ ഒരു ബൈറൂത്ത് എന്ന് പറയുന്നത് പോലും ശവപ്പറമ്പായി മാറിയതാണ്. ബൈറൂത്തിന് മിഡിൽ ഈസ്റ്റിലെ ശവപ്പറമ്പായി മാറി. എന്തിനു വേണ്ടി വെച്ചാൽ ഫലസ്തീന് വേണ്ടി എടുത്ത് ചാടിയത. ഞാൻ പറയുന്നത് ഒരു പക്ഷേ നമുക്ക് ഷിയ വിശ്വാസത്തെ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും അതിനുവേണ്ടി നിലകൊള്ളാൻ ഷിയ വിഭാഗം ഉണ്ടായിട്ടുള്ളൂ. ഈ സുന്നി അഹ്ലുസുന്ന എന്ന് പറയുന്ന ആളുകൾ ഒരു പക്ഷേ സൗദി മുതൽ UAE മുതൽ അറബ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞ GCC പെട്രോ രാജ്യങ്ങൾ, പെട്രോ ഷെയ്ഖന്മാർ, ആ പെട്രോ ഷെയ്ഖന്മാര് നൈറ്റിക്കാര് അങ്ങനെ തന്നെ ആക്ഷേപിക്കാൻ അവരെ. അവർക്കൊന്നും ഈ ഫലസ്തീൻ വിഷയത്തിൽ, ഗസയുടെ വിഷയത്തിൽ ഹമാസുമായി ബന്ധപ്പെട്ട് ഒരു ജനതയെ കഴിഞ്ഞ 1-2 വർഷക്കാലം ക്രൂരമായി കൊല ചെയ്യുന്ന കണ്ടു ഒന്ന് എഴുന്നേറ്റ് ഇസ്രയേലിന്റെ 2 വാക്ക് പറയാൻ ധൈര്യം പോലും, ഒരു അക്ഷരം പോലും പറയാൻ ധൈര്യം വന്നിട്ടില്ല. നമ്മൾ അതിന് മനസ്സിലാക്കണമല്ലോ. ഇന്നും സാറേ രണ്ടുപേരും അടി കൂടുമ്പോ രണ്ടുപേരെ മാറ്റി നിർത്തുന്ന ഇടപാടുണ്ട്. അത് രീതിയാ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി നിർത്തുക. വേറെ ചില ഇടപാടുണ്ട്. അടിക്കൊള്ളുന്ന ഒരുത്തനെ പിടിച്ചിട്ട് അവനെ മാറ്റി കൈ കാലി പിടിക്കുക, അടിക്കണവനെ അടിക്കാൻ സൗകര്യം ചെയ്ത് കൊടുക്കാം.
എന്ന് പറഞ്ഞിട്ട് ഒരുത്തിന് അടിക്കൊള്ളുന്നവന്റെ കൈയും കാലും പിടിച്ച് അവനെ ബന്ധനസ്ഥനാക്കിയിട്ട് അടിക്കുന്നവനെ കൊണ്ട് അടിപ്പിക്കുന്ന രീതിയുണ്ട്. അത് വേറൊരു അടിയാണ്. ശരിക്ക് സുന്നി സമൂഹം, സുന്നി ലോകം ഹമാസിന്റെ കൈയും കാലും പിടിച്ച് ഹമാസിനെ ഇല്ലാതാക്കേണ്ടത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യുന്ന ആളുകളാണ്. ഹമാസിനെ ഫിനിഷ് ചെയ്യാം, ഗോ സ്മാഷ് ആൻഡ് ഫിനിഷ്. ഫലസ്തീനിൽ പോവുക, അങ്ങോട്ട് ഇടിക്കുക. ഹമാസ് ഇല്ലാതാവുക ഫലസ്തീനിൽ. ഹമാസാണ് പ്രശ്നം എന്ന രീതിയിൽ വരെ സിദ്ധാന്തവൽക്കരിക്കുന്ന പണ്ഡിതന്മാർ നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ട്. ഹമാസാണ് പ്രശ്നം എന്ന് പറയും. ഹമാസ് ഇല്ലാതായാൽ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്ന, അങ്ങനെ സിദ്ധാന്തവൽക്കരിക്കുന്ന ആളുകൾ വരെ നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ട്. ആലോചിച്ച് നോക്കുക. അവർ യഥാർത്ഥത്തിൽ ഹമാസ് ഫലസ്തീൻ സംഘർഷത്തിൽ ഫലസ്തീനിൽ പൊരുതുന്ന ഹമാസിനെ കൈയും കാലും പിടിച്ചിട്ട് ഹമാസിനെ തിരിച്ചടിക്കാൻ പറ്റാത്ത വിധത്തിൽ ഹമാസിനെ നിരായുധീകരിക്കുക, ഹമാസില്ലാത്ത ഫലസ്തീൻ, ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് കൊട്ടേഷൻ കൊടുക്കുന്ന അവസ്ഥ വരെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലോകത്തെ സുന്നി മുസ്ലിം ലോകം എന്ന് പറയുന്നത് ഇന്നും അവരെവിടെയാണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രയേല് യഥാർത്ഥത്തില് ഈ ഇറാൻ കൊണ്ടും തൃപ്തരാവില്ല. അവരെ ഫലസ്തീൻ നശിപ്പിച്ചു, സിറിയ നശിപ്പിച്ചു, ലിബിയ നശിപ്പിച്ചു, ഇറാഖ് നശിപ്പിച്ചു, അഫ്ഗാൻ നശിപ്പിച്ചു. അവർ യുദ്ധം ഇസ്ലാമിനെതിരെ, വാർ ഓൺ ഇസ്ലാം, ഇസ്ലാം വിരുദ്ധ യുദ്ധം അവർ നടത്തുന്നത്. ഇറാനിൽ അവസാനിക്കുന്നു വിചാരിക്കണ്ട, അടുത്ത് തുർക്കിയാണ്. സാക്ഷാൽ സൗദി അറേബ്യ വരെ അവരെ ഇരകളാണ്. സൗദി അറേബ്യ, ഇസ്രായേൽ കുബ്ര, ഇത് ഗ്രേറ്റ് ഇസ്രായേൽ, വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു മാപ്പ് അവർ വരച്ചു വെച്ചിട്ടുണ്ട്. ആ മാപ്പിൽ സാക്ഷാൽ സൗദി അറേബ്യ അടക്കം അറബ് മുസ്ലിം നാടുകൾ അടക്കം നശിക്കുന്ന, ഇല്ലാതാകുന്ന, തകരുന്നതാണ് ഇസ്രായേലിന്റെ സ്വപ്നം. ഇപ്പോൾ പോലും പെരുന്നാൾ ഖുത്ബയിൽ സൂചിപ്പിച്ചു, ഒരു വെടിക്ക് 2 പക്ഷി, ഒരു വെടിക്ക് 4-5 പക്ഷി എന്ന രീതിയിലാണ് ഇസ്രായേലിന്റെ കളി. ഇസ്രായേലിന്റെ ഒരു പക്ഷം നശിപ്പിക്കുന്നത് ഇറാനെ മാത്രമല്ല, അവർക്ക് ദുബായ് നശിക്കണം, അബുദാബി നശിക്കണം, അവർക്ക് ദോഹ നശിക്കണം, കുവൈറ്റ് നശിക്കണം, സൗദി അറേബ്യ നശിക്കണം, അവിടുത്തെ എണ്ണ പോകണം, അവിടുത്തെ ഗ്യാസ് പോകണം, അവിടുത്തെ ജോബ് മാർക്കറ്റ് തകരണം, അവിടുത്തെ ടൂറിസം തകരണം, അവിടുത്തെ ദിർഹമും ദീനാറും റിയാലും എല്ലാം തകരണം. മുസ്ലിം ലോകത്തിന് സമാധാനം തകരണം, മുസ്ലിം യുവാക്കൾക്ക് ജോലി ഉണ്ടാകുള്ള, മുസ്ലിം സമ സമ്പന്നമായി ജീവിക്കരുത്, സമാധാനത്തോടെ ജീവിക്കരുത്. അതുകൊണ്ട് ഇറാനിൽ മാത്രമല്ല അവർ ആയുധപ്പെടുന്നത്, അവർക്ക് ഒരേ സമയത്ത് അറബ് മുസ്ലിം നാടുകളെല്ലാം തകരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ ഇസ്രായേൽ, മൊസാദ്. അത് മനസ്സിലാക്കണം. വലാ യസാലൂന യുഖാതിലൂനകും ഹത്താ യർദുകും അൻ ദീനികും ഇൻ ഇസ്തതഉ. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സംസാരിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. വിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഖുർആനിൽ പറഞ്ഞ നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കുന്നത് സദഖല്ലാഹുൽ അലിയുൽ അദീം വസദ്ദഖ ബല്ലഗ റസൂലുഹുൻ നബിയ്യിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വനഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീൻ ശാകിരീൻ. അങ്ങനെയൊന്നും ചെല്ലേണ്ടതൊന്നുമില്ല. അതങ്ങനെ ഒരു വിശ്വാസിയുടെ മനസ്സിൽ പറയേണ്ട വാക്കല്ല. അതങ്ങനെ ചെല്ലും നിർബന്ധം. ഖുർആൻ ഓതി കഴിയുമ്പോൾ സദഖല്ലാഹ് വസദ്ദഖ വബല്ലഗ റസൂലു എന്നൊന്നും പറയാൻ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അതൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് പഴയ പൊന്നാനിയിൽ എടുക്കുന്ന പുസ്തകത്തിലൊക്കെ അവസാനം അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത്, ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് അള്ളാഹ് പറഞ്ഞാണെങ്കിൽ അത് അതിന്റെ പ്രസക്തി ഉണ്ട്. അത് മനസ്സിലാക്കുക. മുസ്ലിം നാടുകൾ മനസ്സിലാക്കണം. ഇന്ന് മുസ്ലിം നാടുകൾ ചർച്ച ചെയ്യേണ്ടത്, ഇസ്ലാമിക ലോകം ചർച്ച ചെയ്യേണ്ടത് ഷിയ സുന്നി അഭിപ്രായ വ്യത്യാസവും പിന്നെ ഷിയാക്കളുടെ വിശ്വാസ വൈകല്യങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയമല്ലത്. ഇപ്പൊ നമ്മുടെ കുറെ ആളുകൾ ചെയ്യുന്നത് ഷിയാക്കൾ അവരുടെ എങ്ങനെ കുറവുണ്ട് എന്നിട്ട് ഷിയാക്കളിലെ വളരെ തീവ്ര പക്ഷത്തിൽ പലരുടെയും വിശ്വാസ വൈകല്യങ്ങൾ കൊണ്ടുവന്നിട്ട് അതൊക്കെ ഇവിടെ പൊതുസമൂഹത്തിൽ പറയാം. അവർക്കിടയിൽ തീവ്ര സ്വഭാവമുള്ള ഒരുപാട് ജീറ സ്വഭാവമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഒക്കെ വിശ്വാസ വൈകല്യങ്ങൾ എടുത്തു കൊണ്ടുവന്നിട്ട് ആ ഷീസത്ത്, ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞല്ലോ, അങ്ങനെ പശുവിനെ പറ്റി ചർച്ച ചെയ്തിട്ട് പശു ഇങ്ങനെ അകിടുള്ളതാണ്, പാൽത്തു ജാൻവർ ഹേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങനെയാണ് പാല് തരും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നേരെ പശുവിനെ കെട്ടിയ കയറുമ കെട്ടിയ കയറ് തെങ്ങുമ തെങ്ങിന്റെ ഓലയും തേങ്ങയും മണ്ടലയും ഒക്കെ അങ്ങോട്ട് ചർച്ച പോവാം. പശു ചർച്ച. പക്ഷെ പശു ചർച്ച നേരെ കയറ് കെട്ടി തെങ്ങിലേക്ക് പോയി, പിന്നെ തെങ്ങ് പോയിട്ട് തെങ്ങിന്റെ ഓല പോയി, തെങ്ങിന്റെ ഇല പോയിട്ട് അങ്ങോട്ട് ചർച്ച പോണ പോലെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ നേരെ ഇറാനിലേക്ക് പോയി. പിന്നെ ഇറാൻ ഷിയാക്കളെ വിശ്വാസ വൈകല്യങ്ങളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞത്. പിന്നെ ഇറാനാണ് ഷിയാക്കളെ ഇപ്പോൾ ഖുത്തുബയിൽ ഇരുന്ന് ശപിക്കുകയും ഖുത്തുബയിൽ മിമ്പർ നിന്നിട്ട് ഇറാനും ഷിയാക്കൾക്ക് പ്രസംഗിക്കുക ചില ആൾക്കാർ, രാഷ്ട്രീയ ബോധമില്ലാത്തവർ. എന്നാൽ അവരൊക്കെ വലിയ യഥാർത്ഥത്തിൽ ഇപ്പോൾ മുസ്ലിം ലോകം ചർച്ച ചെയ്യേണ്ടത് ഏതാണെന്നറിയോ?
മുസ്ലിം ലോക ചർച്ചയുടെ ആയത്തുകൾ ഒന്ന് ഞാൻ യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ ബഅ്ലുഹും ഔലിയാഉ ബഅദ് വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ ഫതറല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ യുസാരിഊന ഫീഹിം യഖൂലൂന നഖ്ശാ അൻ തുസീബന ദാഇറ فعسى الله يأتي بالفتح أو أمد من عنده فيصبحوا على ما أصروا في أنفسهم نادمين. ശരിക്കും അള്ളാഹ് പറഞ്ഞ കാര്യം അത്. അള്ളാഹു പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോഴൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇങ്ങനെയുള്ള ആയത്തൊക്കെ ഒരു മതസഹിഷ്ണുതയ്ക്ക് പറ്റിയതല്ലോ, യഹൂദികളെ ക്രിസ്ത്യാനികളെ പറ്റിയിട്ടൊക്കെ അങ്ങനെ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, ശരിയാണെന്ന് തെളിവ് തന്നെ ഇന്നത്തെ ലോകമാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം ലോകം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് നിങ്ങൾ ശരിക്കും യഹൂദി ക്രൈസ്തവ സമൂഹത്തെ ഔലിയാക്കളാക്കരുത് ഒരു മത ചർച്ചയല്ലത്. അത് ഏതെങ്കിലും വലിയകളാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വലിയ മുഹീദ്ദീൻ ശൈഖ്, വലിയ റിഫായ് ശൈഖ്, ഇങ്ങനെ വലിയ വളരെ ക്രിസ്ത്യാനികൾക്കുണ്ട്. വിശുദ്ധ അന്തോണീസ് അല്ലെങ്കിൽ വിശുദ്ധ ത്രേസ്യാമ്മ, അൽഫോൻസമ്മ, അങ്ങനെ ഒരുപാട് ആൾക്കാർ വിശുദ്ധകളാക്കി കാണിക്കാറുണ്ട്. വിശുദ്ധ അന്തോണീസ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, വിശുദ്ധ പൗലോസ് എന്നൊക്കെ, അങ്ങനെ പൗലോസും പത്രോസും അവിടുന്ന് ഇങ്ങോട്ട് നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഒരുപാട് വിശുദ്ധന്മാരും ഒക്കെ അങ്ങനെയുള്ളവരെ മുസ്ലിങ്ങൾ, നിങ്ങൾ ഒരിക്കലും മുസ്ലിങ്ങൾ നിങ്ങൾ വിശുദ്ധ അൽഫോൻസാമിനെ പ്രാർത്ഥിക്കല്ലേ, ത്രേസ്യാമ്മയെ പ്രാർത്ഥിക്കല്ലേ, അങ്ങനെ ഏതെങ്കിലും കോട്ടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ അന്തോണീസിനോട് ദുആ ചെയ്യല്ലേ, അവരോട് പ്രാർത്ഥിക്കല്ലേ എന്ന ഇസ്തിഹാസ തവസ്സുൽ ചർച്ചയുടെ വരിയല്ലത്, ആ ഉരിയാവല്ലത്. ഇത് രാഷ്ട്രീയമാണ്. അഥവാ മുസ്ലിം ശരിക്കും പറയും ആയത്തിന്റെ അർത്ഥം എന്ന് പറയും, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം പറയുമ്പോൾ നിങ്ങൾ ട്രംപിനെയും നിങ്ങൾ നെതന്യാഹുവിനെയും നിങ്ങളുടെ രക്ഷാധികാരികളാക്കരുത്, അതാണ് അർത്ഥം. ട്രംപിനെയും നെതന്യാഹുവിനെയും, അതാണ് അവിടുത്തെ യഹൂദി നസാറ എന്നതിന്റെ ഇന്നത്തെ അർത്ഥം. നിങ്ങൾ സാമ്രാജ്യത്വ ശക്തികളെ, നിങ്ങൾ സിയോണിസ്റ്റ് ശക്തികളെ മുസ്ലിം ലോകമേ നിങ്ങളുടെ രക്ഷാധികാരികളാക്കരുത്. അങ്ങനെ ആക്കിയാൽ എത്ര കൃത്യം നോക്ക്, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ, നിങ്ങൾ അവരുടെ രക്ഷാധികാരി, അവർ ശിക്ഷാധികാരി, നിങ്ങൾ ശിക്ഷിക്കും, രക്ഷിക്കില്ല നിങ്ങളെ. അമേരിക്കയും ഇസ്രയേലും നിങ്ങൾ നശിപ്പിക്കും, നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ നശിപ്പിക്കും, നിങ്ങളെ സാംസ്കാരികമായി നശിപ്പിക്കും. അതാണ് ഇന്നത്തെ ഇറാൻ ഇസ്രയേൽ യുദ്ധഭൂമുഖത്ത് കാണുന്നത്. വിശുദ്ധ ഖുർആൻ ഈ ആയത്തുകളാണ്. നിങ്ങളെങ്ങാനും അവരെ സ്വീകരിച്ച് അവരെ രക്ഷാധികാരികളാക്കിയാൽ അവരൊരുമിച്ചിരിക്കും. ഒരുപക്ഷെ അവര് സിയോണിസ്റ്റും സാമ്രാജ്യത്വം ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ജൂതന്മാരെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ആരാ ശരിക്കും പറഞ്ഞാരാ? ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവരെ ഏറ്റവും വലിയ ബദ്ധശത്രുക്കളാണ് ജൂതന്മാര്. സാക്ഷാൽ യേശു സ്വന്തം ദൈവത്തെ തൂക്കിലേറ്റിയവനാണ്, സ്വന്തം ദൈവത്തെ ജാരസന്തതി എന്ന് വിളിക്കുന്നവനാണ്, സ്വന്തം ദൈവമാതാവിനെ ശപിക്കുന്നവരാണ്. അവരൊക്കെ പറയുന്നത്, അഥവാ മേരിയെ എന്തെന്നാ ജൂതന്മാർ വിളിക്കുന്നത്, യേശുവിനെ എന്തെന്നാ ക്രിസ്ത്യാനി വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ ജൂത ചരിത്രത്തിൽ ക്രിസ്ത്യാനികളെ കൊന്നു തിന്നത് ജൂതന്മാരാണ്. ജൂതന്മാരെ കൊന്നു തിന്നത് ക്രിസ്ത്യാനികളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അവരിപ്പോ ഒരുമിച്ച് നിന്നിട്ട് ഇസ്ലാമിക ലോകത്തെ എത്ര വർഷമായി ക്രൂരമായി ഭേദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്, അതുകൊണ്ട് ജൂതൻ ക്രിസ്ത്യാനികളെ അഥവാ സാമ്രാജ്യത്വത്തെയും സിയോണിസത്തെയും പിൻപറ്റിയാൽ, അവർ രക്ഷാധികാരികളെ സ്വീകരിച്ചാൽ, അവർക്ക് താവളമൊരുക്കിയാൽ, അവർക്ക് ബേസ് ഒരുക്കിയാൽ, ഇത് ബേസാണ്. ഈ പറയുന്ന മുസ്ലിം നാടുകളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ബേസ് ഉണ്ട്. അമേരിക്കക്ക് എണ്ണ എടുക്കുന്ന അവിടുന്ന് പ്രിയമുള്ളവർ ഇറാൻ ആക്രമിക്കുന്നത്, ഫലസ്തീൻ ആക്രമിക്കുന്നത്, ഇറാഖിൽ ബോംബ് എറിഞ്ഞത് കുവൈറ്റിൽ ഇരുന്നുകൊണ്ടാണ്, സൗദി അറേബ്യയിൽ ഇരുന്നുകൊണ്ടാണ്, UAE ഇരുന്നുകൊണ്ടാണ്. അവരെ ബേസ് അവർ തീറ്റിപ്പോറ്റുകയാണ്. അവർക്ക് വലിയ വലിയ വിമാനവേധങ്ങൾ, ട്രംപിന് സമ്മാനം കൊടുക്കുക, ട്രംപിന് വലിയ വലിയ സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. ട്രംപ് വന്നപ്പോ UAE വന്നപ്പോ അവിടുത്തെ മുസ്ലിം പെൺകുട്ടികൾ തലമുടി അഴിച്ചിട്ട് ആടി നൃത്തമാടുകയാണ് ട്രംപിന് മുമ്പിൽ ഇങ്ങനെ ട്രംപിന് ഉപഹാരം നൽകുക, ട്രംപിന് സക്കാത്ത് കൊടുക്കുന്നവർ, ട്രംപിന് സക്കാത്ത് കൊടുക്കുന്നവർ, നെതന്യാഹുവിന് സക്കാത്ത് കൊടുക്കുന്നവർ, അവരെ കുറിച്ച് എന്തു പറയണം? അവർക്ക് സദക്ക, ഇസ്രായേലിലും അമേരിക്കയ്ക്കും സദക്കയും സക്കാത്തും കൊടുക്കുന്ന മുസ്ലിം ലോകത്തെ കുറിച്ച് എന്തു പറയണം? അതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ആ ആയത്തവിടെ മുസ്ലിംകൾ ഷിയാക്കൾ ചർച്ചയിലാണ് വേണ്ടത്. മുസ്ലിം വിശുദ്ധ ഈ ആർട്ടിക്കൽ അത് പഠിക്കുക.
ഫതറല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ യുസാരിഊന ഫീഹിം യഖൂലൂന നഖ്ശാ അൻ തുസീബനാ ദാഇറ ഫഅസല്ലാഹു യഅതി ബിൽ ഫത്ഹ് ഔ അംനിൻ മിൻ ഇൻദിഹി ഫയസ്ബിഹു അലാ മാ അസറു ഫീ അൻഫുസിഹിം നാദിമീൻ. എത്ര കൃത്യതയ്ക്ക് ഫതറല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, മനസ്സിൽ രോഗമുള്ള അഥവാ കപടതയുള്ള കപടന്മാരായ മുസ്ലിങ്ങളെ കാണാം, ഭീരുക്കളായ മുസ്ലിങ്ങളെ കാണാം. യുസാരിഊന ഫീഹിം, അവർ ധൃതി കാണിക്കും. എന്തിനാ? യഖൂലൂന നഖ്ശാ അൻ തുസീബനാ ദാഇറ. അതെ, ഈ സാമ്രാജ്യത്വ ശക്തികള്, ഈ സിയോൺസ് ശക്തികളെ എങ്ങാനും നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ, അവരെ സേവിച്ചില്ലെങ്കിൽ നമുക്ക് പല അപകടം ഉണ്ടാകും. ബാക്കി ശ്രദ്ധിക്കുക, അമേരിക്ക ഇല്ലെങ്കിൽ, അമേരിക്കയുടെ സംരക്ഷണം ഇല്ലെങ്കിൽ, അവരെ താവളമില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് അമേരിക്കയുടെ താവളമില്ലെങ്കിൽ നമുക്ക് അപകടമാണ്. യഖൂലൂൻ, അവർക്ക് ശ്രദ്ധിച്ചോ, യഖൂലൂന നഖ്ശാ അൻ തുസീബനാ ദാഇറ. അവർ പറയും, ഭീരുക്കളായ മുസ്ലിങ്ങൾ പറയും, കപടന്മാരായ മുസ്ലിങ്ങൾ പറയും, കപടന്മാരായ മുസ്ലിങ്ങൾ പറയും, ഭീരുക്കളായ മുസ്ലിങ്ങൾ പറയും. യുസാരിഊന ഫീഹിം, അവർ ധൃതി കാണിക്കും. ആരെ? ഈ പറയുന്ന ഇസ്രയേലിനെയും അമേരിക്കയും സംരക്ഷകന്മാരാക്കാൻ, അമേരിക്കയും ഇസ്രയേലിനെ സംരക്ഷകരാക്കാൻ അവർ ധൃതി കാണിക്കും. എന്നിട്ട് അവർ പറയും, യഖൂലൂന നഖ്ശാ അൻ തുസീബനാ ദാഇറ. നമ്മൾ അവരെ എങ്ങാനും സ്വീകരിച്ചില്ലെങ്കിൽ, അവർക്ക് താവളം ഒരുക്കിയില്ലെങ്കിൽ, അവർക്ക് മിസൈൽ കൊടുത്തില്ലെങ്കിൽ, അവർക്ക് സദക്ക സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര അപകടമാണ്. ദാഇറ. ഫഅസല്ലാഹു അയഅതി ബിൽ ഫത്ഹി ഔ അംനിൻ മിൻ ഇൻദിഹി. ഈ ആയത്തിനെ പറയാൻ കാരണം മദീനയിലെ ജൂതന്മാരുടെ കയ്യിലായിരുന്നു മദീന ഉണ്ടായിരുന്നത്. മദീനയുടെ സമ്പത്ത് ബനു ഖൈനുഖയുടെ കയ്യിലായിരുന്നു. മദീനയിലുള്ള ആയുധങ്ങൾ ബനു നളീറിന്റെ, ബനു ഖുറൈലയുടെ അടുക്കലായിരുന്നു. അതുകൊണ്ട് ബനു ഖുറൈല ഇല്ലെങ്കിൽ, ബനു നളീർ ഇല്ലെങ്കിൽ, അതേപോലെ തന്നെ ബനു ഖൈനുഖയൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പേടിച്ചവരായിരുന്നു മദീനയിലെ ഔസ് ഖസ്റജ് മുസ്ലിങ്ങൾ. അവരുടെ ഖുർആൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളായി നിന്നാൽ ശരിക്കും ഇപ്പൊ ഇറാൻ ഉണ്ടല്ലോ, ശരിക്കും 10-50 വർഷത്തെ ഉപരോധ. ആ 50 വർഷമായിട്ട് കടലും കരയും ഉപരോധിച്ചിട്ട് ഒന്നും കിട്ടാത്ത ഇറാൻ ഇന്നും ഈ ഒരു മാസം യുദ്ധം ചെയ്തിട്ടും അമേരിക്ക മുട്ടുവിറക്കിയാണ് അമേരിക്ക. ട്രംപ് ഒരു പരിഹാസ്യ കഥാപാത്രമായി, ഒരു വലിയ ഇതിഹാസമായി വന്ന ട്രംപ്, ആഭാസമായ ചരിത്രം. അതാണ് ട്രംപിന്റെ ചരിത്രം. പിരാന്തൻ, ശരിക്കും പിരാന്തൻ. ഞാൻ പറഞ്ഞല്ലോ, ഒരു പുതിയ സൈക്കാട്രി, ഒരു പുതിയ മനോരോഗികളുടെ, ബഫൂണുകളുടെ ഭരണം ലോകം മുഴുവൻ. ഇവിടെ മാത്രം നമ്മുടെ നാട് ഭരിക്കുന്നത് ഒരു ഇങ്ങനെയുള്ള രാജ്യം ഭരിക്കണമൊക്കെ കുറെ കടൽ കഴിവ് എല്ലാ നാടും. ട്രംപിന്റെ കോലെന്താ, അയാളുടെ മുഖഭാവം എന്താ, അയാളുടെ ശരീരഭാഷ എന്താ, അയാൾ എന്താ പറയണത്, പിച്ചും പേരും പറയും. എന്താ അയാൾ ഇങ്ങനെയൊക്കെ പറയുന്ന? ഇറാനിലെ ആത്മീയ നേതാവാക്കാൻ എന്നെ തീരുമാനിച്ചു. ശരിക്ക് പച്ചപ്പിരാന്തന്മാർ ലോകം ഭരിക്കുകയാണ്. അവർ ലോകത്തിന് മുഴുവൻ, പണ്ട് ഈ ഹിന്ദു മിത്തോളജി ലങ്കാദഹനം, ഈ ശ്രീലങ്കയാണ് അവിടുത്തെ ഈ രാമായണത്തിൽ ഹനുമാൻ അങ്ങനെ പോയിട്ട് വാലിൽ തീ വെച്ചിട്ട് ലങ്കാദഹനം, ലങ്കയെ മുഴുവൻ കത്തിക്കുക. ഈ ട്രംപ് എന്ന് പറയുന്ന, നെതന്യാഹു എന്ന് പറയുന്ന ഈ വാനരന്മാർ, പിശാചുക്കൾ സ്വന്തം വാലിൽ തീ കൊളുത്തിയിട്ട് ഇന്ന് ഹോർമൂസിലും മുസ്ലിം ലോകത്തെ മുഴുവൻ തീ കൊളുത്തിയിട്ട് ഇന്ന് ലോകം മുഴുവൻ പെട്രോൾ ഇല്ല, ഡീസൽ ഇല്ല, മണ്ണെണ്ണയില്ല, ലോകം മുഴുവൻ പ്രതിസന്ധിയിലായിക്കൊണ്ട് ലോകത്തെ മുഴുവൻ ലങ്കാദഹനമല്ല, ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കുക, ലോകദഹനം. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ സാമ്രാജ്യത്വ ശക്തികളെ, സിയോണിസ്റ്റ് ശക്തി, അതാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയ ശക്തിയെ എല്ലാവരും ഭയം. നമ്മുടെ കേരളത്തിൽ വരെ ലോകം മുഴുവൻ ഈ ഇസ്ലാമിക രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകൾ, ഇസ്ലാമിക് ഖിലാഫത്ത്, ഇസ്ലാമിന്റെ ഭരണം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സാക്ഷാൽ സാമ്രാജ്യത്വ രാജ്യങ്ങൾ മുതൽ അറബ് മുസ്ലിം നാടുകൾ മുതൽ നമ്മുടെ കേരളത്തിൽ വരും മതരാഷ്ട്രവാദികൾ ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് കേൾക്കുമ്പോൾ പേടിക്കാൻ കാരണം എന്നറിയോ? ഇസ്ലാമിക സമൂഹത്തിന് സ്വന്തമായ രാഷ്ട്രീയ അസ്തിത്വം വന്നാൽ അത് ഇവർക്കൊക്കെ പ്രശ്നമാണ്. അവർക്കറിയാം. അവർക്ക് സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രം നിങ്ങൾക്കറിയില്ലേ? നമുക്കറിയില്ല. സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രം അവർക്കറിയാം, ടിപ്പു സുൽത്താന്റെ ചരിത്രം അവർക്കറിയാം, നൂറുദ്ദീൻ സംഘിയുടെ ചരിത്രം അവർക്കറിയാം, സൈഫുദ്ദീൻ ഖുദ്ദൂസിന്റെ ചരിത്രം അവർക്കറിയാം, ഇസ്ലാം കുരിശ് യുദ്ധം പോലും അവർക്കറിയാം, നമുക്കറിയില്ല. അതുകൊണ്ട് മുസ്ലിം നാടുകൾ, ഇറാൻ മാത്രം ഒന്ന് സ്ട്രോങ് ആയി നിന്നപ്പോ ഇത് ഇസ്രയേല് പെട്ടുഴലുക, ഇസ്രയേൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇറാന്റെ കൂടെ നിൽക്കാൻ ഇറാഖ് തയ്യാറായിരുന്നെങ്കിൽ, സൗദി അറേബ്യ തയ്യാറായിരുന്നെങ്കിൽ, മുസ്ലിം നാടുകൾ തയ്യാറായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? മുസ്ലിം നാടുകൾ തങ്ങളുടെ താവളങ്ങൾ അമേരിക്കയുടെ കടന്നടപ്പോ എന്ന് പറയാൻ പെട്രോൾ ഇല്ലെങ്കിൽ, ഡീസൽ ഇല്ലെങ്കിൽ, ഗ്യാസ് ഇല്ലെങ്കിൽ, ലോകത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം മുസ്ലിം നാടുകളിൽ അവർ ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി 30-40 വർഷം ഉപരോധിച്ച് ഇറാനാണ് ഇപ്പോഴും പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് അള്ളാഹു ഉണ്ടെങ്കിൽ, അവന്റെ പ്രവാചകൻ പറയുന്നത് കേട്ടിരുന്നെങ്കിൽ, ഇസ്ലാമികമായ മൂല്യങ്ങളോട് മുന്നോട്ട് പോകാൻ മുസ്ലിം സമൂഹം ലോകത്ത് തയ്യാറായാൽ അവിടെയാണ് ഇസ്ലാമിക ലോകത്തിന്റെ വിജയം.